നോക്കിക്കോളൂ, ഇനീഷ്യൽ എക്സ്പെൻസ് 25 ആണ്. 25 എന്ന് പറഞ്ഞാൽ 5 into 5 ആണ്. സോ 5 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 6 into 5 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 30 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് കിട്ടണേ? 30 ആണ് നമുക്ക് കിട്ടുന്നത്. ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പം ഞാൻ തൽക്കാലം ഈ ഒരു ഭാഗം ഞാൻ മായ്ക്കാം. യെസ്, ഇത്രയും ഭാഗം ഞാൻ മാറ്റുവാണേ. അപ്പം നമ്മൾ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യേണ്ടത്, അതായത് രാധയുടെ ഇൻകം നമ്മൾ 1/7 നമ്മൾ ഇൻക്രീസ് ചെയ്തു. അതേപോലെ ഷ്യാമിൻ്റെ എക്സ്പെൻസ് നമ്മൾ 1/5 ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 2 വാല്യൂസ് കിട്ടി. അതിൻ്റെ റേഷ്യോ അവർ തന്നിട്ടുണ്ട്. 64:45 എന്ന് തന്നിട്ടുണ്ട്. 64:45 എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ എന്താണ് ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ, നോക്കിക്കോളൂ, ഈ 32നെ ഞാനൊരു വേരിയബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 32x എന്ന് ഞാൻ കൺസിഡർ ചെയ്യാൻ പോവാണ്. 32x എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ ഇൻകം ആണ്. അതേപോലെ ഇവിടെ ഞാൻ ഈ എക്സ്പെൻസിനെ 30നെ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ എന്താക്കാൻ പോവാണ്? എൻ്റെ ഫൈനൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 30y ആണ്. ഈ 32xും 30yയും എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ആക്ച്വൽ വാല്യൂസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ 32x ഡിവൈഡഡ് ബൈ 32x ഡിവൈഡഡ് ബൈ 30y ആണ് എന്ത്? 64/45. എന്താണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നത്? അവരുടെ ഇനീഷ്യൽ ഇൻകം, രാധയുടെ ഇനീഷ്യൽ ഇൻകത്തിൻ്റെ 14.28% ഇൻക്രീസ് ചെയ്യുകയും ഷ്യാമിൻ്റെ എക്സ്പെൻസിൻ്റെ 1/5 പാർട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞപ്പം കിട്ടിയ ആ 2 വാല്യൂസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 64:45 ആണ്. അപ്പോൾ ഇവിടെ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ് വാട്ട് ഈസ് x/y എന്ന്. ഓക്കെ, നോക്കിക്കോളൂ, ഇത് രണ്ടും ക്യാൻസൽ ആവുമ്പോൾ ഇവിടെ 2 കിട്ടും. ഇത് രണ്ടും ക്യാൻസൽ ആവും, ഇവിടെ 3 കിട്ടും, ഇവിടെ 2 കിട്ടും. ഈ 2 ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. കൊണ്ടുപോകുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 2 into 2 divided by 3, that is equal to 4/3. So finally I got x/y is equal to 4/3 എന്ന് കിട്ടി അല്ലേ? x/y is equal to 4/3 എന്ന് കിട്ടി. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം ഈ ഒരു ക്വസ്റ്റ്യൻ. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. നോക്കിക്കോളും. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? x is equal to 4, y is equal to 3 എന്ന് കൺസിഡർ ചെയ്ത് ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് പോവുക. x is equal to 4, y is equal to 3 എന്ന് കൺസിഡർ ചെയ്ത് ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് പോവുക. എന്താണ് അങ്ങനെ നമ്മളിപ്പോൾ 2 രീതിയിൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. ഈ ഒരു രീതിയിൽ നമുക്ക് എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത്? നോക്കിക്കോളൂ, ഒരു റേഷ്യോയുടെ പ്രത്യേകത എന്താണ്? ഒരു റേഷ്യോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പം മുകളിൽ ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ താഴെയും ഞാൻ അതേ 4 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ആ റേഷ്യോ എനിക്ക്